മലപ്പുറത്ത് ജനിച്ചു വളർന്നെങ്കിലും മുത്തപ്പനെ ഞാൻ കാണാൻ പോകുന്നത് ഇത് ആദ്യമായിട്ടൊന്നും അല്ല കേട്ടോ. എന്നാലും കണ്ണൂർ വന്ന് ദേ ഇവരൊക്കെ എന്നോട് കുന്നത്തൂർ പാടിയിലെ മുത്തപ്പനെ പറ്റി പറഞ്ഞു കേട്ടപ്പോൾ ഉണ്ടായ ആകാംക്ഷ ചില്ലറയൊന്നും അല്ലായിരുന്നു. അപ്പൊ തുടങ്ങിയതാണ് നാട്ടിൽ വന്ന ഇവിടെ വന്ന് മുത്തപ്പനെ കാണണം എന്നുള്ള ആഗ്രഹം. ഇത് കണ്ടോ, ഇത്രയും ആളുകൾ ഈ ക്യൂ നിൽക്കുന്നത് മുത്തപ്പനെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മുത്തപ്പന്റെ ആരോടാണ് അത്രേ കുന്നത്തൂർ പാടി എന്ന് വെച്ചാൽ ഏറ്റവും മുകളിൽ മുത്തപ്പൻ ഇരിക്കുന്ന സ്ഥലം. ഇത് തന്നെയാണോ ഇതിന്റെ അർത്ഥം എന്ന് എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ അത് തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. കാരണം ജിയോഗ്രഫിക്കലി നോക്കുവാണെങ്കിൽ കടൽ നിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിലാണ് കേട്ടോ കുന്നത്തൂർ പാടി സ്ഥിതി ചെയ്യുന്നത്. ഉത്സവ സമയത്ത് ഇവിടെ എല്ലാ ദിവസവും തിരുവപ്പനയും അതേപോലെ തന്നെ മുത്തപ്പന്റെ വെള്ളാട്ടവും ഉണ്ടാവും അത്രേ. എന്ന് വെച്ചാൽ ഈ ഒരു മാസക്കാലത്തോളം ഇവിടെ ഇത്രയും ആൾക്കാർ വന്നു പോകുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ മുത്തപ്പനായിട്ടൊരു ക്ഷേത്രം ഇല്ല എന്നുള്ളതാണ്. അതിനും ഒരു കാരണമുണ്ട്. കൊഴിഞ്ഞ ഇലകളും ഒരു നീരിറവയും ഒരു വലിയ മലയും വൃത്താകൃതിയിലുള്ള ഒരു കല്ലും കാടും ഇതൊക്കെ മതിയെന്ന് മുത്തപ്പൻ പറഞ്ഞതായിട്ടാണ് ഇവിടെയുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടും കൂടിയാണ് ഈ ഉത്സവം ഇങ്ങനെയൊക്കെ നടത്തുന്നത്. എനിക്കറിയാവുന്നതിൽ വെച്ച് വളരെ ജനകീയനായിട്ടുള്ളൊരു ഭഗവാനാണ് കേട്ടോ മുത്തപ്പൻ. ജാതിയുടെയോ മതത്തിൻ്റെയോ പണത്തിൻ്റെയോ പദവിയുടെയോ അങ്ങനെ ഒന്നിൻ്റെയും അതിർവരമ്പുകൾ മുത്തപ്പനില്ല. അതുകൊണ്ട് തന്നെ മുത്തപ്പനെ കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പുതിയ അനുഭവമൊന്നുമല്ല. പക്ഷേ കുന്നത്തൂർ പാടിയിലെ മുത്തപ്പനും ഇവിടുത്തെ കാഴ്ചകളും എനിക്കൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു.